യഥാർത്ഥത്തിൽ വി ഡി സതീശൻ അധികാരം ഏറ്റെടുത്ത് ഏതാണ്ട് 40 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് പറയുന്ന സംശയം സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസിനകത്ത് നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംഘപരിവാറുകാരനായിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള KB പ്രദീപ് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്ലീഡറായിട്ട് ഗവൺമെൻറ് പ്ലീഡറായിട്ട് വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രാജിവെച്ച് പോകേണ്ടി വന്നു. അതുകൂടാതെ നമുക്കറിയാം, ഗവർണർ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഒരു വകുപ്പ് തല സെക്രട്ടറിമാരായിട്ടുള്ള B അശോക് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു, യോഗാ ദിനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും. ഇതുകൂടാതെ ഗവർണർ വൈസ് ചാൻസലർമാരെയൊക്കെ തന്നെ നിയമിച്ചിരുന്നു. അതുകൂടാതെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ 31 പേരിൽ 19 പേരെയും നിയമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിനെതിരെയൊന്നും ഒരു ചെറുവിരൽ അനക്കാനോ ഒന്നും ഉരിയാടാനോ പോലും യഥാർത്ഥത്തിൽ ഉരിയാടാൻ പോലും മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അങ്കമാലിക്കാരൻ MLA ആയിട്ടുള്ള റോജി എം ജോണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം പറയാൻ പോലും താല്പര്യമില്ലെന്നും അങ്ങനെ ഞങ്ങൾ ഒരു ഗവർണറുമായിട്ടോ കേന്ദ്ര സർക്കാരുമായിട്ടോ ഒരു ഫൈറ്റിനുമില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇതുകൂടാതെ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഹരി എസ് കർത്ത എന്ന് പറയുന്ന ഗവർണറുടെ സ്റ്റാഫിലുള്ള സംഘപരിവാറുകാരനായിട്ടുള്ള സംഘപരിവാർ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ വി ഡി സതീശൻ പക്ഷേ ഊഷ്മളമായി കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതുപോലെയൊന്നും വി ഡി സതീശൻ പിന്നീട് ഊഷ്മളമായി കെട്ടിപ്പിടിക്കാതിരുന്ന അകറ്റി നിർത്തിയിട്ടുള്ള ചില ആളുകളുടെ പേര് കൂടി കേൾക്കുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഈ സംശയം ഉരുണ്ടുകൂടുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളുടെ പേര് VM സുധീരൻ എന്നാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ 45ഓളം മിനിറ്റ് രാഹുൽ ഗാന്ധിയെ കണ്ട് ജനവികാരം വി ഡി സതീശൻ അനുകൂലമാണെന്നും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്നും പറഞ്ഞ് വാദിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു ഹൈക്കമാൻഡ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിൽ പെർമിഷൻ കൊടുക്കേണ്ടി വന്നു. അത് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ചില കടുംപിടുത്തങ്ങൾ കൊണ്ടാണെങ്കിലും ഏറ്റവും ഒടുവിൽ സമ്മതിച്ചു. അപ്പോൾ അതിനുശേഷം VM സുധീരൻ തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ബക്കാടിക്കൊക്കെ ടാക്സ് കുറച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ തന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചെങ്കിൽ പോലും അദ്ദേഹം അത് തൃണവകൽ ഗണിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ശേഷാദ്രിനാഥൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് വരുന്നത്. ആ ശേഷാദ്രിനാഥൻ്റെ അപ്പോയിൻമെൻറ്റ് വന്നപ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട് ചാലപ്പുറം ഡിവിഷനിൽ നിന്ന് കൗൺസിലറായിരുന്ന അവിടെ തന്നെ ശേഷാദ്രിനാഥനെ നന്നായിട്ട് അറിയാവുന്ന ശേഷാദ്രിനാഥൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന PM നിയാസ് തന്നെ വന്നൊരു വലിയ പരാതികൾ KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ട് പോലും അതും അദ്ദേഹം ചവറ്റുകുട്ടയിലിട്ടു. കാരണം യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗമായി വരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ BJPക്ക് അനുകൂലമായി ഒരുപക്ഷെ വാർഡ് തല വിഭജനങ്ങളൊക്കെ തന്നെ നടത്തുമെന്ന് പറയുന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ തീരുമാനിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തീരുമാനം ആർക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് KPCCയുടെ യോഗം വിളിക്കണമെന്നും ആ യോഗം വിളിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ പക്ഷത്തിലെ ചില നേതാക്കൾ കത്ത് കൊടുത്തിരിക്കുകയാണ് KPCC പ്രസിഡന്റിന്. അദ്ദേഹം ആ കത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് നമുക്കറിയാം അദാനിയുടെ കേസ് വരുന്നത്. ആ അദാനിയുടെ കാര്യം വന്നപ്പോൾ അദാനി ഒരു വലിയ വയലേഷൻ നടത്തിയിരിക്കുന്നു നമ്മുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്. വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ തന്നെ കേരളത്തിന് കഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട്. ആ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനി നമ്മുടെ പ്രയർ പെർമിഷൻ ഇല്ലാതെ മുൻകൂട്ടി അനുമതി മേടിക്കാതെ ഈ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഷെയറുകൾ അതിൻ്റെ 49% വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 28% കൂടുതൽ വരുന്ന ഷെയറുകളാണ്, 28.9% ഷെയറുകളാണ്. അതിലേതാണ്ട് 14-15% ഷെയറുകൾ അദ്ദേഹം വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിന് അദ്ദേഹം സെബിയെ അറിയിച്ചിരിക്കുന്നു. സെബിയെ അറിയിക്കുന്നത് കൂടാതെ പത്രത്തിലൂടെ ഒരു പ്രസ് റിലീസ് ഇറക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഈ പ്രസ് റിലീസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റോയിറ്റേഴ്സ് വാർത്ത കൊടുത്തിരുന്നു. അപ്പോഴാണ് അവർ ഓടി ഒരു പ്രസ് റിലീസ് ഇറക്കിയത്. പ്രസ് റിലീസ് ഇറക്കി 15 മിനിറ്റിനകം സെബിയെ അറിയിക്കണം എന്നുള്ളതാണ് ചട്ടം. അപ്പോൾ അങ്ങനെ സെബി അറിയിച്ചിരിക്കുന്നു. ഈ സെബി അറിയിക്കേണ്ട ആവശ്യം തന്നെയുള്ളത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അതൊരു പബ്ലിക് കമ്പനിയാണ്. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അത് അറിയിക്കേണ്ടത്. അത് സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, കുറച്ച് ഡ്രൈ ആയതുകൊണ്ട്.
പക്ഷേ അത്തരത്തിലുള്ളൊരു കാര്യം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരു അതൃപ്തി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അതൃപ്തി രേഖപ്പെടുത്തിയതിൽ വലിയ അതൃപ്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വി ഡി സതീശൻ വെറും അതൃപ്തി മാത്രം രേഖപ്പെടുത്തിയതിൽ വലിയ അതൃപ്തിയാണ് കൃത്യമായ സ്റ്റാൻഡ് എടുക്കാത്തതിൽ ഹൈക്കമാൻഡിന് പോലുമുള്ളത്. ഹൈക്കമാൻഡിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആ ചോദ്യങ്ങളുടെ ഉന്നം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ തോന്നിയതുപോലെ ഇവിടെ BJP ആണോ ഭരിക്കുന്നത്, അദാനിയാണോ ഭരിക്കുന്നത് എന്ന് പറയുന്ന സംശയം വളരെ കൃത്യമായി വ്യക്തമായി KC വേണുഗോപാൽ കൂടി പറഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ഞാനിത് കേട്ടതിന് ശേഷം വിശദമാക്കാം. നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്കും ഏതാണ്ട് ഒരു ക്ലാരിറ്റി കിട്ടും. അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എൻ്റെ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി പറയുന്നതാണ് നടക്കുക. അദാനി പറയുന്നത് മാത്രമാണ് നടക്കുക. അദാനി ഒരു സൂപ്പർ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെയൊക്കെ ബൈപ്പാസ് ചെയ്ത് പോകാൻ കഴിയുമെന്നാണ്. കേരളത്തിലും അത് നടക്കും എന്നുള്ളത് KC വേണുഗോപാലിനടക്കം സിറ്റ് റിലാക്സ് കാണാവുന്നതാണ്. ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന് കാണാവുന്നതാണ്. ഇപ്പം തന്നെ കേവലമായിട്ടുള്ള ഒരു അതൃപ്തി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കൂടാതെ അദാനി ഗ്രൂപ്പ് ഇന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങളങ്ങനെ എക്സ്ചേഞ്ചോ കൈമാറ്റമോ നടത്തിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോടൊന്ന് പ്രയർ പെർമിഷൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ കത്ത് കൊടുത്തിട്ടുള്ളത്. ആ കത്ത് അംഗീകരിക്കും. അദാനിയുടെ ഈ പറയുന്ന 2454 കോടി രൂപ മാത്രം മുടക്കിയ അദാനിക്ക് 13,270 കോടി രൂപ കിട്ടുന്ന ചെറിയൊരു ബിസിനസ്സിൻ്റെ പണിയാണ്. ആ ബിസിനസ്സിൻ്റെ പണിയൊക്കെ മുൻകൂട്ടി കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർ നല്ല അഭിനേതാക്കളായതുകൊണ്ട് അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുക. മറ്റൊരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നിയമസഭയിൽ ഈ ചോദ്യത്തിന് ഉത്തരം വന്നപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഉടൻ തന്നെ നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത് എങ്ങനെ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ചൊക്കെ കാര്യം പിടികിട്ടും. കൂടാതെ മംഗലാപുരത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നുവരെ നടത്തിയിട്ടില്ലാത്ത രീതിയിൽ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ യാത്ര നടത്തിയത് എന്തിനാണെന്നും നടത്തിയിട്ട് അവിടെ വെച്ച് കിഷോർ ആൽവ എന്ന് പറയുന്ന കർണാടകയിലെ അദാനി ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ടുള്ള ആളെ കണ്ടത് എന്തിനാണെന്നും ആ പണം ആരാണ് കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും എന്തുകൊണ്ടാണ് സതീശൻ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാത്തത് എന്നുള്ളതും അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും അതൊരു വിഷയമാക്കാത്തത് എന്താണെന്നും ആലോചിച്ചാൽ സാമാന്യ ബോധമുള്ള രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കൊക്കെ കാര്യം പിടികിട്ടും. ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ജനകീയ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ആ ചാനലിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ ചാനലുകൾ നിങ്ങളോട് പറയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളും വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളും മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റിൽ 1 മണിക്കൂറും 50 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ആ പോഡ്കാസ്റ്റിൽ നമ്മൾ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു 2021 ഒരു കരുതൽ മുഖ്യമന്ത്രിയായി മാറിയ വലിയ വോട്ട് പെർസെൻറ്റേജോടെ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ ഇമേജ് ഇടിച്ച് തകർക്കാൻ നമ്മുടെ മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് വിശദമായി പറഞ്ഞിരുന്നു. രണ്ടാമത്തെ പോഡ്കാസ്റ്റിൽ ഇതുവരെ കേരളത്തിൽ ഒരാളും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത എങ്ങനെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് എന്നുള്ള ഒരു അത്ഭുത കഥയെക്കുറിച്ച് കൂടി നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ വി ഡി സതീശന് പാർലമെൻ്ററി പാർട്ടിയിൽ ഒരു ഭൂരിപക്ഷവും ഉണ്ടായിരുന്നില്ല. ആളുകളുടെ പിന്തുണ വളരെ കുറവായിരുന്നു. അദ്ദേഹത്തിന് KPCCയിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ആരുടെ താല്പര്യത്തിന്, ആരുടെ കോടികൾ മുടക്കിയ ആരുടെ താല്പര്യത്തിനാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ കഥ നിങ്ങൾ കേൾക്കേണ്ടതാണ്. എല്ലാവരും തന്നെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക. അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ഇനിയും എടുക്കാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മളുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ചാനൽ ഇനി ഈ മെമ്പർഷിപ്പ് എടുത്തവരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വലിയ ഗുണങ്ങളൊന്നും കിട്ടില്ല. കിട്ടാൻ പോകുന്നത് ആകെ നിങ്ങൾക്ക് ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ചാനൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും വിമർശനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എഴുതിയിട്ടുകൊണ്ടുമൊക്കെ തന്നെ നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കാവുന്നതാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു വെക്കട്ടെ.